അവന്മാര് പിന്നെ അകത്തേക്ക് കയറി പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അവന്മാർക്ക് കിട്ടിയൊന്നും മതിയായില്ലായിരിക്കും. ചെന്ന് പേടിപ്പിച്ച് വിടറാ, പേടിപ്പിച്ച് സൂപ്പാക്കി വിട്. എന്നാൽ അരനൂറ്റാണ്ടിന്റെ ദൈർഘ്യം തോന്നിക്കുന്ന എന്തും സംഭവിക്കാവുന്ന കുറെ ഭീകര നിമിഷങ്ങൾ. ആ അരമണിക്കൂർ നേരമാണ് നമ്മൾ മറികടക്കേണ്ടത്. രാത്രി 9 മണിക്ക് ഷോ വെച്ച് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പടം. മൂലയിലൊക്കെ എന്തു അഭിനയിച്ചു ചെയ്ത് ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. കുറെ നാൾക്ക് ശേഷം ഒന്ന് പേടിച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. പ്രമോയൊക്കെ കാണുമ്പോൾ ഒരു തരിപ്പ് കിട്ടല്ലോ, കിക്ക് ഓഫ് കിട്ടല്ലോ, അതുപോലെ സാധനമാണ്. 100% ഞാൻ യോജിക്കുന്നു. പ്രണവ് അടിപൊളിയാണ്. പ്രണവ് അപ്ഗ്രേഡ് ആയി. പ്രണവ് ഈ ക്യാരക്ടർ റെൻഡർ ചെയ്ത രീതി പറഞ്ഞാൽ ഭയങ്കര കൈയടക്കം. പ്രണവിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ്. ആരെയും വിളിച്ചു മുഖത്തെവിടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാണ്. ദിസ് ഈസ് മലയാള സിനിമ കാണിച്ചു കൊടുത്തോ. അതിനുള്ള സാധനം ചെയ്തു വെച്ചിരിക്കുന്നേ. മ്യൂസിക് മതി മേടിക്കാൻ. ക്രിസ്റ്റോ സേവിയർ എന്താണ് സാധനം. ക്രിസ്റ്റോ സേവിയറിന്റെ BGM ഒന്നും രക്ഷയില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മളെ പിടിച്ചിരുത്തിക്കളായി. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്.